നമസ്കാരം. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന സർവകാല റെക്കോർഡ് സ്വന്തമാക്കിയ അർജന്റീന നായകനും ഇതിഹാസവുമായ ലയണൽ മെസ്സിക്ക് മലയാളത്തിന്റെ ആദരവുമായി അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷൻ. ഫിഫയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ മലയാളത്തിലുള്ള പോസ്റ്റുമായാണ് അവർ ഈ റെക്കോർഡ് നേട്ടം ആഘോഷിച്ചത്. മെസ്സിയുടെ ചിത്രത്തിനൊപ്പം ഫഹദ് ഫാസിൽ ചിത്രം ആവേശ സിനിമയിലെ സൂപ്പർ ഹിറ്റായ ഇല്യൂമിനാറ്റി എന്ന ഗാനത്തിലെ ഇവനെ പടച്ചുവിട്ട കടവുളക്ക് 10ൽ 10 എന്ന വരികളാണ് ഫിഫ കുറിച്ചത്. 62 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഫിഫയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിലും 74 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഫേസ്ബുക്ക് പേജിലും മലയാളം പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ ആരാധകർ കമന്റ് ബോക്സ് കൈയടക്കി. ഫിഫയുടെ സോഷ്യൽ മീഡിയ പേജ് കൈകാര്യം ചെയ്യുന്ന മലയാളി ആരാണെന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. മലയാളിയും ഫുട്ബോളും തമ്മിലുള്ള പൊക്കിൽക്കൊടി ബന്ധത്തിനുള്ള ലോകത്തിന്റെ അംഗീകാരമാണിത്. ഫിഫ പേജ് മലയാളി ഹാക്ക് ചെയ്തോ എന്നിങ്ങനെ പോകുന്നു രസകരമായ കമന്റുകൾ. പോസ്റ്റിനു താഴെ ഇത്തരത്തിൽ നിരവധി കമന്റുകളാണ് നിറയുന്നത്. കേരള ഫുട്ബോൾ അസോസിയേഷനും ഇതൊക്കെ അത്രേ ഉള്ളൂ എന്ന കമന്റുമായി ഈ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കുചേർന്നു. ഓസ്ട്രിയക്കെതിരായ ആവേശ പോരാട്ടത്തിൽ ഇരട്ട ഗോൾ നേടിയാണ് ജർമ്മനിയുടെ മുൻ ഇതിഹാസ താരം മിറോസ്ലാവ് ക്ലോസയുടെ 16 ലോകകപ്പ് ഗോളുകൾ എന്ന റെക്കോർഡ് മെസ്സി തിരുത്തി കുറിച്ചത്. മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അർജന്റീന വിജയം കൈവരിച്ചത്. ജാല്ലാസിലെ ആലിംഗ്ടണിൽ നടന്ന മത്സരത്തിന്റെ തുടക്കത്തിൽ അർജന്റീനയ്ക്ക് ലഭിച്ച സുവർണാവസരം മെസ്സി നഷ്ടപ്പെടുത്തി. 12ാം മിനിറ്റിൽ ലൗതാരോ മാർട്ടിനസിനെ ഫൗൾ ചെയ്തതിന് ലഭിച്ച പെനാൽറ്റി കിക്ക് മെസ്സി എടുത്തുവെങ്കിലും പന്ത് പോസ്റ്റിന്റെ വലതുവശത്തുകൂടി പുറത്തേക്ക് പോവുകയായിരുന്നു. വലിയ രീതിയിൽ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നൊരു ഗോൾ അത് നിരാശയ്ക്ക് വഴിവെച്ചു. എന്നാൽ ഈ നിരാശയ്ക്ക് അധികം ആയുസ്സുണ്ടായില്ല. 38ാം മിനിറ്റിൽ ബോക്സിന്റെ ഇടതുവിങ്ങിൽ നിന്നും ഫെക്കൻഡോ മെദീന നൽകിയ കൃത്യമായ അസിസ്റ്റിൽ പന്ത് സ്വീകരിച്ച ബോക്സിനകത്തു നിന്ന് മെസ്സി ലക്ഷ്യം കണ്ടു. ലോകകപ്പ് ചരിത്രത്തിലെ മെസ്സിയുടെ 17ാം ഗോളായിരുന്നു ഇത്. ഈ ചരിത്ര ഗോളോടെ ക്ലോസയുടെ റെക്കോർഡ് മറികടന്ന മെസ്സി മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഓസ്ട്രിയൻ പ്രതിരോധ നിരയെ കാഴ്ചക്കാരാക്കി തന്റെ 18ാം ലോകകപ്പ് ഗോളും റെക്കോർഡ് പട്ടികയിലേക്ക് എഴുതി ചേർത്തു. ഓസ്ട്രിയക്കെതിരായ ഈ പ്രകടനത്തോടെ മറ്റ് നിരവധി റെക്കോർഡുകളും മെസ്സി സ്വന്തം പേരിലാക്കി. ലോകകപ്പിൽ തുടർച്ചയായ 6ാം മത്സരത്തിലും ഗോൾ നേടിയ താരം, തുടർച്ചയായി 6 ലോകകപ്പ് മത്സരങ്ങളിൽ ഗോൾ നേടിയ ഫ്രാൻസിന്റെ ഇതിഹാസം ജസ് ഫോണ്ടെയിൻ, ബ്രസീലിന്റെ ജയസീഞ്ഞോ എന്നിവരുടെ എക്കാലത്തെ മികച്ച റെക്കോർഡിനൊപ്പവും എത്തി. കൂടാതെ ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ അൾജീരിയക്കെതിരെ ഹാട്രിക് നേടിയതോടെ ലോകകപ്പ് ചരിത്രത്തിൽ ഹാട്രിക് നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡും മെസ്സി തകർത്തു. 6 ലോകകപ്പുകളിൽ കളിക്കുന്ന മെസ്സിയുടെ പേരിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ലോകകപ്പ് മത്സരങ്ങളുള്ളത്. ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ എന്നീ റെക്കോർഡും ഇദ്ദേഹത്തിനൊപ്പമുണ്ട്. മെസ്സിയുടെ സമാനതകളില്ലാത്ത ചരിത്ര നേട്ടത്തിന് പിന്നാലെയാണ് മലയാളികളെ ഒന്നടങ്കം ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷനും രംഗത്തെത്തിയത്. എന്തായാലും പുതിയ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ മലയാളികൾ കമന്റ് ബോക്സ് തൂക്കി. മലയാളികൾക്ക് ഇത് അഭിമാന നിമിഷം. മലയാളിയും ഫുട്ബോളും തമ്മിലുള്ള പൊക്കിൽക്കൊടി ബന്ധത്തിനുള്ള ലോകത്തിന്റെ അംഗീകാരമാണത്. ഇന്ത്യ, കേരള, മലയാളം, മലയാളി അന്തസ്, ഫിഫ പേജ് മലയാളി ഹാക്ക് ചെയ്തു, മലയാളിക്ക് അങ്ങ് ഫിഫയിലും പിടിയുണ്ടടാ എന്നിങ്ങനെ പോകുന്നു രസകരമായ കമന്റുകൾ. അതൊക്കെ അത്രേ ഉള്ളൂ എന്നായിരുന്നു കേരള ഫുട്ബോൾ അസോസിയേഷന്റെ കമന്റ്. നിങ്ങൾ കേരളത്തിൽ എവിടെയാ, ദേ മലയാളം അണ്ണൻ, അങ്ങനെ പോകുന്നു കമന്റുകൾ. എന്തായാലും ഫിഫ മലയാളികളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന വാർത്ത വളരെ ആവേശം നിറഞ്ഞു തന്നെ.